നമ്മൾ UK-ലും അയർലൻഡിലും എല്ലാം കണ്ടതുപോലെ ഇവിടെ നെതർലൻഡിലും വളരെ വലിയൊരു ജനകീയ പ്രക്ഷോഭം നടന്നു ഇന്ന് സെപ്റ്റംബർ 20 ശനിയാഴ്ച. നെതർലൻഡ്സ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആൻറ്റി എമിഗ്രൻ്റ് റാലിയാണ് ഹേഗിൽ നടന്നത്. വളരെ നോർമലായി തുടങ്ങിയ റാലി ആളുകൾ കൂടിയതോടുകൂടി പെട്ടെന്ന് അക്രമാസക്തമായി മാറുകയായിരുന്നു. ഏകദേശം 50ഓളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പോലീസുകാർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലും അയർലൻഡിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ട പോലെ ആയിരുന്നില്ല നെതർലൻഡ്സിലെ സിറ്റുവേഷൻ. രോഷം പൂണ്ട ജനങ്ങൾ A12 എന്ന പേരുള്ള നെതർലൻഡ്സിലെ ഹൈവേയിലോട്ട് നടന്നിറങ്ങുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡച്ചുകാർ പറയുന്നത് നെതർലൻഡ്സ് ഈസ് ഫുൾ. പിന്നെയും എന്തുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ഈ മൈഗ്രൻസിനെ, അതായത് ഈ അഭയാർത്ഥികളെയൊക്കെ എടുക്കുന്നത്? അപ്പം ഈ പുറത്തു നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് നെതർലൻഡ്സിൽ പ്രയോറിറ്റി കൊടുക്കുകയും അവർക്ക് ഫസ്റ്റ് ഈ വീടുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുമൂലം വീടുകൾക്ക് ഷോർട്ടേജ് ഉണ്ടാകുകയും മറ്റുള്ള ആൾക്കാർക്ക് വീട് കിട്ടാതെയാകും. അപ്പോൾ അതൊക്കെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവർ ഈ നെതർലൻഡ്സിലെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നില്ല. ജോലി ചെയ്യാതെ കണ്ട് നെതർലൻഡ്സിലെ ഈ ഗവൺമെൻറ് ബെനിഫിറ്റ് പിടിച്ചു പറ്റുന്നു. അതൊക്കെയാണ് ഡച്ചുകാർ പറയുന്നത്. കൾച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരും, അതായത് ഈ മലയാളികൾ പ്രത്യേകിച്ച് അവരെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ട്. പബ്ലിക്കായിട്ട് ഡാൻസ് കളിക്കുന്നു, അതായത് ഓണാഘോഷ പരിപാടികൾ, എന്താ പറയുന്നത്, പള്ളിപ്പെരുന്നാൾ, ഉത്സവം ഒക്കെ നടത്തുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതൊരു ഫോറിൻ കൺട്രിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, മലയാളികളാണേലും നോർത്ത് ഇന്ത്യൻസ് ആണേലും തല്ല് കൊള്ളുമ്പം എല്ലാവർക്കും ഒരുമിച്ച് കൊള്ളും. ഈ സായിപ്പിനറിയത്തില്ല മലയാളിയാണോ ഹിന്ദിക്കാരാണെന്ന്, അവർക്ക് മൊത്തത്തെ തല്ലും.